കഷ്ടപ്പാടുകൾ മാത്രമുള്ള ഒരു ജീവിതം ജീവിച്ചു തീർക്കുകയായിരുന്നു ആനന്ദ്. വീട്ടിൽ മുഴു ദാരിദ്ര്യം, ശരീരത്തിന് സുഖമില്ലാത്ത അച്ഛനും അമ്മയും, ആവോളം കടബാധ്യതകളും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെയായിരുന്നു ആനന്ദ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് വീടിനെ എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് കരുതിയ ആനന്ദ് അവിടെ നിന്ന് കർണാടകയിലേക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി യാത്ര പോകുന്നു. എന്നാൽ ആനന്ദ് അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നുമായിരുന്നില്ല. വളരെ സാധാരണ രീതിയിൽ വിദ്യാഭ്യാസമുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ കർണാടകയിൽ പോയാൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് ആനന്ദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലും ആനന്ദിന് തൻ്റെ കുടുംബത്തെ ഈ കടക്കണിയിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആനന്ദ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ എത്തുന്നത്. എന്നാൽ കർണാടകയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് ടൗണിലേക്ക് പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കടകളിൽ അവൻ ജോലി അന്വേഷിച്ചു. എന്നാൽ ആരും തന്നെ അവന് ജോലി കൊടുത്തിരുന്നില്ല. അതുമാത്രമല്ല, അവൻ അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പല കടകളിലും ജോലിക്ക് നിർത്താൻ അവർക്കൊക്കെ നല്ല രീതിയിൽ ഭയം തന്നെയായിരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചായക്കടയിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ വിഷമിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കാണുന്നത്. അവൻ്റെ അടുത്തെത്തിയതിനു ശേഷം അയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ ആനന്ദിനോട് കാര്യങ്ങൾ തിരക്കി. ആ വ്യക്തി ആനന്ദിനോട് പറഞ്ഞതും ആനന്ദ് അങ്ങോട്ടേക്ക് പറഞ്ഞതും അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ വന്നിരിക്കുന്നത് ഒരു ജോലി അന്വേഷിച്ചിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ അറിയുന്ന ഒരാളോടുമായി സംസാരിച്ചിട്ട് ആനന്ദിന് അവിടെ ഒരു അറ്റൻഡർ ജോലി വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ സാലറി വളരെ കുറവായിരുന്നു, 15,000 രൂപ. ഈ 15,000 രൂപ ലഭിച്ചത് തന്നെ അവൻ വല്ലാതെ സന്തോഷവാനായി. എങ്ങനെയെങ്കിലും ഇത് ലഭിച്ചതിന് ശേഷം വീട്ടിലേക്ക് പണം അയച്ച് അവിടെ ഉണ്ടായിരുന്ന കടമെല്ലാം തീർക്കാമെന്നായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. അങ്ങനെ ദിവസങ്ങൾ ആ ആശുപത്രിയിൽ ഒരു അറ്റൻഡറെ പോലെ അവൻ കടന്നുപോയി. എന്നാൽ അവൻ അവിടെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിനൊക്കെ ഇടയിലാണ് അവന് താമസിക്കാനായി ലഭിച്ചത് ആ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന ചില ജീവനക്കാരുടെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ അതിലുള്ള എല്ലാവർക്കും മിക്കവാറും എന്തെങ്കിലും ദുശീലങ്ങൾ പതിവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പലരും അവർക്കുണ്ടാകുന്ന ഏകൊരു ദുശീലം എന്നത് ചീട്ടുകളിയും അതുപോലെ ചൂതാട്ടവുമായിരുന്നു. പണം വെച്ച് ചീട്ട് കളിച്ച് പൈസ വാരുക, അതുതന്നെയായിരുന്നു അവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പതിയെ പതിയെ ആനന്ദം അവരിൽ ഒരാളെ മാറാൻ തുടങ്ങി. പതിയെ ചീട്ടുകളി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ചീട്ടുകളി അവനത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ചൂതാട്ടത്തിലൂടെ അവന് ധാരാളം പണം നഷ്ടമായിക്കൊണ്ടിരുന്നു. കിട്ടുന്ന സാലറി മുഴുവൻ അവൻ ചൂതാടി നശിപ്പിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പലരിൽ നിന്നും അവൻ കടം വാങ്ങുകയും ചെയ്തു. അങ്ങനെ അവിടെ അവനൊരു വലിയ കടക്കിണിയിൽ കുടുങ്ങുകയാണ്. ഒരുപാട് പേർ അവനെ പണത്തിന് വേണ്ടി തിരഞ്ഞു വരും. ആ സമയത്തൊക്കെ അവൻ അവിടെയും ഇവിടേക്കുമായിട്ട് ഒളിച്ചിരിക്കാറാണ് പതിവ്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന് ഇനി അങ്ങോട്ടേക്ക് ഒരു മാർഗമില്ല എന്നറിയുന്ന സമയത്ത് അവന് ആശുപത്രിയിലെ ജോലിയും നഷ്ടമാവുന്നു. അങ്ങനെ അവൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവൻ്റെ കൂടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സുഹൃത്ത് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ആ സുഹൃത്ത് അവൻ അടുത്തെത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ചുളിവിൽ പണക്കാരനാവാനുള്ള ഒരു മാർഗമുണ്ട്, എന്നാൽ അതല്പം കുറച്ച് വളഞ്ഞ വഴിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആനന്ദ് ചോദിച്ചു, എന്താണത്? അതും വളരെ ആകാംക്ഷയോടെ. ആ സമയത്ത് ആ സുഹൃത്ത് ആനന്ദിനോട് പറഞ്ഞു, ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഒരു പ്രത്യേകതരം ദിവസങ്ങളിൽ ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ ഒരു പിശാച് പ്രത്യക്ഷപ്പെടും. ആ പിശാചിനോട് എന്തു ചോദിച്ചാലും അത് നൽകും. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മന്ത്രവാദിയെ എനിക്ക് പരിചയമുണ്ട്. നമുക്ക് അവിടേക്ക് പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ആനന്ദ് സുഹൃത്തിനോട് ചോദിച്ചു,
ചോദിച്ചു, നീയും കൂടെ പോരാമെങ്കിൽ ഞാൻ ഒന്ന് പോകാമെന്ന്. എന്നാൽ ആനന്ദിനോട് സുഹൃത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് പോന്നാൽ ശരിയാവില്ല, ഞാൻ വഴി പറഞ്ഞു തരാം, നീ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിന്നെ സ്വീകരിക്കും എന്നുകൂടി പറഞ്ഞു. എന്നാൽ ഈ പണത്തിന് പുറകെ ആക്രാന്തത്തോടെ ഓടുന്ന ആനന്ദ് അങ്ങോട്ടേക്ക് പോയി. ആ സിദ്ധൻ അടിയിലേക്ക് ചെന്നിട്ട് ആ സിദ്ധനോട് പറഞ്ഞു, എനിക്ക് പിശാചിനെ ആരാധിക്കണം, എങ്ങനെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ധാരാളം പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു വൃദ്ധനായ സിദ്ധൻ അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ പൂജാകർമ്മങ്ങൾ ഒന്നും തന്നെ പറഞ്ഞു തരില്ല, കാരണം നിനക്ക് വേണ്ടത് പണം മാത്രമാണ്. ഇങ്ങനെ ഉള്ള ആരാധനയിലൂടെ ഈ ചാത്തൻ അല്ലെങ്കിൽ ഈ പിശാച് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നീ അതിനെ ദുരുപയോഗം ചെയ്യും എന്ന് നിനക്ക് ഞാൻ മന്ത്രങ്ങൾ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. എന്നാൽ അവിടെ നിന്ന് അവൻ വളരെ വിഷമത്തോടെ ഇറങ്ങിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ താഴെയായിട്ട് ഒരു സിമന്റ് ബെഞ്ചിൽ അവൻ ഇരിക്കാൻ തുടങ്ങി. എന്നാൽ കുറെ സമയം അവൻ ഇരിക്കുന്ന സമയത്ത് അവന്റെ നേരെ മുന്നിലായിട്ട് ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ ചെളി നിറഞ്ഞതാണ്. കീറിപ്പറഞ്ഞ് എന്തോ ഒരു അസുഖമൊക്കെ ബാധിച്ചതുപോലുള്ള ഒരു രൂപത്തിലുള്ള ഒരു വൃദ്ധനായ പിച്ചക്കാരൻ അവന് മുന്നിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആനന്ദ് ആ പിച്ചക്കാരൻ ആനന്ദിനെയും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ആനന്ദ് അവിടെ ഉണ്ടായിരുന്ന ആ സിമന്റ് ബെഞ്ചിൽ അറിയാതെ ഉറങ്ങിപ്പോയി. അല്പം നേരം കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് ആരോ തൻ്റെ തോളിൽ തട്ടുന്നത് പോലെ അവന് തോന്നിയത്. പെട്ടെന്ന് അവൻ ഉണർന്നു നോക്കുമ്പോൾ ആ പിച്ചക്കാരൻ അവൻ്റെ തോളിൽ വന്ന് തട്ടുകയാണ്. എന്നാൽ ആദ്യം അവനത് അരോചകമായി തോന്നിയത് കൊണ്ട് അവൻ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ആ പിച്ചക്കാരനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോകണമെന്ന്. എന്നാൽ ആ പിച്ചക്കാരൻ ആനന്ദിനോട് പറഞ്ഞത് കുറച്ച് വിചിത്രമായ കാര്യങ്ങളായിരുന്നു. ആ പിച്ചക്കാരൻ ആനന്ദിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിനക്ക് പിശാചിനെ ആരാധിക്കാനുള്ള മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം, നിനക്ക് അതിലൂടെ ആ പിശാചിനെ വരുതിയിലാക്കാം, നിനക്ക് ആവശ്യമുള്ളത് എന്തും തരും എന്ന് ആനന്ദിനോട് പറഞ്ഞു. ഇത് കേട്ടതോടെ ആനന്ദ് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പിശാചിനെ ആരാധിക്കാനാണ് വന്നതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ വൃദ്ധൻ ഉറക്കെ ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം ആനന്ദിനോട് പറഞ്ഞു, എൻ്റെ കൂടെ പോരാൻ. അങ്ങനെ ആനന്ദ് ആ ഭിക്ഷാടകന്റെ പുറകെയായിട്ട് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം ആ ഭിക്ഷാടകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാഴടഞ്ഞ ശ്മശാനത്തിനടുത്തെത്തി. അപ്പോഴേക്കും ഏകദേശം രാത്രി ഇരുട്ടിയിരുന്നു. ആ ശ്മശാനത്തിൽ ഒരു മൂലയിൽ ഒരു പാഴടഞ്ഞ ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിലേക്കായിരുന്നു ആ ഭിക്ഷക്കാരൻ അവനെ കൊണ്ടുപോയത്. അവിടെ എത്തിയതിനു ശേഷം അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിനക്ക് മുന്നിൽ എന്തായാലും പിശാച് പ്രത്യക്ഷപ്പെടും. എന്നാൽ പിശാചിനെ പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ പറയുന്ന ഈ 3 നിബന്ധനകൾ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ മരണം തന്നെ ആ പിശാചിന്റെ കൈകൊണ്ടാകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആനന്ദ് പറഞ്ഞു, ഞാൻ എന്ത് നിബന്ധന വേണമെങ്കിലും അംഗീകരിക്കാം, എനിക്ക് വേണ്ടത് പണമാണ്, ഈ ലോകം മുഴുവൻ ഭരിക്കാനുള്ള അത്ര പണം. ആ സമയത്ത് ആ ഭിക്ഷക്കാരനായിരുന്ന ആ വൃദ്ധൻ അവൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യ മന്ത്രം ഉപദേശിച്ചു. അതിനുശേഷം അവനോട് പറഞ്ഞു, ഒരു ദിവസം 11,000 തവണ 21 ദിവസം നീ ഈ മന്ത്രം ഉച്ചരിക്കണം. എന്നാൽ 21ാമത്തെ ദിവസം നിനക്ക് മുന്നിൽ ഈ പിശാച് പ്രത്യക്ഷപ്പെടും. എന്നാൽ ഈ പിശാച് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ അത് ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരേണ്ടതെന്ന് നീ ആദ്യം തന്നെ തീരുമാനിക്കണം. അതിന് നിനക്ക് മുന്നിൽ 3 അവസരങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ നിനക്ക് ആ പിശാചിനെ ഭാര്യയായിട്ട് അംഗീകരിക്കാം, അല്ലെങ്കിൽ അമ്മയായിട്ട്, അതുമല്ലെങ്കിൽ സഹോദരിയായിട്ട്. ഇനി ഒരു പക്ഷേ നീ അതിനെ ഭാര്യയായിട്ടാണ് അംഗീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം. അത് മാത്രമായിരുന്നില്ല, മറ്റൊരു സ്ത്രീയെ, നിന്റെ അമ്മയോട് പോലും നീ സംസാരിക്കുന്നത് പാടില്ല എന്നാണ് ആ പിശാചിൻ്റെ നിയമത്തിലുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് കാലം ആ പിശാചിനോടൊപ്പം ജീവിക്കാം എന്ന് പറഞ്ഞ് അവൻ മന്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉറക്കി ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 11,000 തവണ ഓരോ ദിവസങ്ങളും മന്ത്രങ്ങൾ ചൊല്ലി ഒടുവിൽ 21ാമത്തെ ദിവസം അവന് മുന്നിൽ ഒരു പിശാച് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ആ പ്രത്യക്ഷപ്പെട്ട രൂപത്തെ കണ്ടാൽ പിശാചാണെന്ന് പറയില്ല. അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതി അവൻ്റെ മുന്നിൽ അവൻ്റെ ഭാര്യയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അവനെ പിശാചിനെ വിവാഹം കഴിച്ച് തൻ്റെ ഭാര്യയായിട്ട്
കൂടെ കൂട്ടി. അതിനുവേണ്ട ശാരീരിക കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവനെ എവിടെ നിന്നൊക്കെയോ പണം വല്ലാതെ ലഭിക്കുന്നു. അതിലുപരി അവനൊരു സൂപ്പർ പവർ ലഭിച്ചിരുന്നു. അവൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലെ അവിടെ വരുന്ന ധനികരായിട്ടുള്ള മുതലാളിമാരോട് അവരുടെ ഭാവിയും അവർ എന്ന് മരിക്കുമെന്നും അങ്ങനെ അവർക്ക് വരാനിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും അവൻ കാണാതെ പഠിച്ചതുപോലെ അവരോട് പറയാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ സത്യമാണെന്ന് പിന്നീട് അനുഭവിച്ചറിഞ്ഞ അവരൊക്കെ വീണ്ടും വീണ്ടും അവനെ കാണാനെത്തി. അവനെ കൈനിറയെ പണം നൽകി. അങ്ങനെ ഒടുവിൽ അവൻ ആ കർണാടക സ്റ്റേറ്റിൽ ഒരു വീട് വാങ്ങി, കാറ് വാങ്ങി, വലിയ വലിയ ബംഗ്ലാവുകളായി, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുമായി. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ആ പിശാചാണെന്ന കാര്യം അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ പിശാചിന്റെ ശാരീരിക ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അവന് മുന്നിൽ ഒരു പ്രതിമയെ പോലെ അവൾ നിന്നു കൊടുക്കുമായിരുന്നു. എന്നാൽ അവന് ആ സമയത്തൊന്നും ആ സ്ത്രീയെ തൊടുന്നത് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഒരു ഐസ് മരവിച്ച തണുപ്പും അതുപോലെ ശവം ചീഞ്ഞു നാറുന്ന ഒരു ഗന്ധവുമായിരുന്നു ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും എപ്പോഴും വന്നിരുന്നത്. അത് അവനെ വല്ലാത്ത രീതിയിൽ അരോചകപ്പെടുത്തി. അവന് ആ സ്ത്രീയുമായിട്ട് ഒരു ശാരീരിക ബന്ധം പുലർത്താൻ പോലും കഴിയാതെ അവൻ വളരെയധികം വിഷമിച്ചു. എന്നാൽ എങ്ങനെയൊക്കെയോ ആ പിശാചിൽ നിന്ന് അവനത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കൽ അവൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഒരു നഴ്സിനോട് അവൻ സംസാരിച്ചത് ആ പിശാച് അറിയുന്നു. അതിനുശേഷം അന്ന് രാത്രി അവന് കൊടും വേദനയുള്ള ഒരുപാട് ശിക്ഷകൾ ആ പിശാച് അവന് നൽകുന്നു. വളരെ നാളുകൾക്ക് ശേഷം അവനെ കാണാതിരുന്ന തൻ്റെ അമ്മ അവനെ കണ്ട് അവന് വന്ന് കെട്ടിപ്പിടിച്ചു. എന്നാൽ അന്നത്തെ രാത്രി അവന് ഏകദേശം 500-1000 തേളുകളൊക്കെ ഒരുമിച്ച് കുത്തുന്നത് പോലെയുള്ള ഒരു തരം വേദന അവന് ആ പിശാച് അനുഭവിപ്പിച്ചു കൊണ്ടിരുന്നു. പകൽ സമയത്ത് ശതകോടീശ്വരനായിട്ടും രാത്രി സമയത്ത് വിങ്ങി നീറുന്ന ഒരു മനസ്സുമായിട്ട് ആനന്ദ് അവിടെ ജീവിച്ചു. എന്നാൽ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും തനിക്കൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ച ആനന്ദ് ഒരിക്കൽ ആ പിശാചിനോട് ചോദിച്ചു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് പണവും വേണ്ട, പദവിയും വേണ്ട, എനിക്ക് നിന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന്. എന്നാൽ ആ സമയത്ത് ആ പിശാച് പറഞ്ഞു, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമായി, നിന്നിൽ ഞാൻ സംതൃപ്തിയാണ്, നീ എനിക്ക് ശാരീരിക സുഖം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഒരിക്കലും നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. എന്നാൽ ഇത് കേട്ട ആനന്ദിന് വല്ലാത്ത വിഷമമായി. അവൻ അവളിൽ നിന്നും പലവട്ടം ഒളിച്ചോടാനായി തീരുമാനിച്ചു. എന്നാൽ എവിടേക്ക് പോയാലും ആനന്ദ് തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ എത്തുന്ന ഒരു ബൂമറാങ് പോലെയുള്ള ഒരു ചുഴിയിൽ അകപ്പെട്ടതുപോലെ അവൻ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ എത്തിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ജീവൻ അവസാനിപ്പിക്കാം എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും അവൻ ആത്മഹത്യ ചെയ്തു. എന്നാൽ അവൻ്റെ എല്ലുകൾ ഒടിഞ്ഞ് കഷ്ണമായെങ്കിലും അവന് മരണം വന്നില്ല. അതിനുശേഷം ഒരിക്കൽ അവൻ വിഷം കഴിച്ച് മരിക്കാനായി തുനിഞ്ഞു. എന്നാൽ അടിവയറ്റിൽ വലിയ രീതിയിലുള്ള അസഹനീയമായ വേദനയുണ്ടായി എന്നല്ലാതെ അവനെ മരണം എത്തി നോക്കിയത് പോലുമില്ല. അങ്ങനെ അവന് ഒരു കാര്യം മനസ്സിലായി, ഈ പിശാചിൽ നിന്ന് മരണത്തിന് പോലും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെയാണ് ഒരിക്കൽ ആ പിശാചിനോട് അവൻ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു. ആ സമയത്ത് ആ പിശാച് പറഞ്ഞു, നീ എന്നോട് എൻ്റെ എല്ലാ നിബന്ധനകളും അനുസരിച്ചിട്ടാണ് ഞാൻ നിനക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ നീ പോകാൻ പറയുമ്പോൾ എനിക്ക് പോകാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊല്ലുകയുമില്ല, ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. നിന്നെ ഞാൻ നരകിപ്പിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ഞാൻ നിന്നെ ഇഴച്ചു നടത്തും. അതാണ് എൻ്റെ ആവശ്യം. എൻ്റെ നിബന്ധന തെറ്റിച്ച ഒരേ ഒരു മനുഷ്യനാണ് നീ. നിനക്ക് ഞാൻ പണം നൽകി, പദവി നൽകി, എന്നാൽ നീ എൻ്റെ നിബന്ധന മൊത്തമായിട്ടും പാലിച്ചില്ല എന്ന ഒരു ദേഷ്യം മാത്രമായിരുന്നു ആ പിശാചിനുണ്ടായിരുന്നത്. അങ്ങനെ ആ പിശാച് പറഞ്ഞതുപോലെ തന്നെ അവനെ ജീവിക്കാൻ സമ്മതിച്ചതുമില്ല, മരണത്തിലേക്കിട്ട് നയിച്ചതുമില്ല. ആനന്ദ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഇന്നും കർണാടകയിൽ ഒരു ശതകോടീശ്വരനായിട്ട് ജീവിക്കുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ ഇപ്പോഴും അദ്ദേഹം ആ ക്രൂരമായ പിശാചിൻ്റെ അടിമയാണ്, വെറും അടിമ. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.